വ്ളോഗില് എന്താ പറയാ നമ്മള് പോണ വഴിക്ക് കോങ്ങാട് വെച്ചിട്ട് സാധനം മേടിക്കല്. ഏയ് ലോകേഷ് കനകരാജ്. ഫ്ലാക്സ് സീഡ് ഉണ്ട്, ചിയ സീഡ് ഉണ്ട്. നല്ലതാ ഹെൽത്തിന്. ചിയ സീഡ് എന്താ കനകരാജ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു ബേക്കറി കടയിൽ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ബേക്കറീസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ മിക്കവാറും NMR പോകുന്നുണ്ടാവുക, പാലക്കാട് NMR. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെന്നൈയിലേക്ക് പോവാണ്. നമ്മൾ നാളെ നമ്മുടെ CSKയും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള IPL മാച്ച് കാണാൻ വേണ്ടിയിട്ട് ചെപ്പോക്കിലെ. അപ്പം നമ്മുടെ കൂടെ കണ്ണും മൂക്കുള്ള ബിസ്ക്കറ്റ് കഴിക്കുന്ന അഭിലാഷുണ്ട്, മുന്നിൽ പ്രവീൺ ദാസ് ഉണ്ട്, ഇപ്പുറത്ത് സായി ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഇന്നിപ്പോൾ നമ്മൾ ഒരു 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എത്തുമ്പോൾ എന്തായാലും രാവിലെ 7 മണിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴിക്ക് സേലത്ത് നിർത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് എന്തായാലും പോകുള്ളൂ. അപ്പോൾ ഇതായിപ്പോൾ പ്രവീൺ ദാസാണ്. പ്രവീൺ ദാസ് സൂപ്പറായിട്ട് നമ്മൾ ലോകേഷ് കനകരാജായിട്ട് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. NMR പോയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ഞങ്ങളങ്ങനെ കൊടും തിരക്കുള്ള NMR റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇവിടെ കയറും ഇല്ലെന്ന് കണ്ടറിയാം. കയറുണ്ടോ? കയറും എന്നൊക്കെ പറയുന്നുണ്ട്. അതിവിടെ ഇറങ്ങി. ഇത്രയും നേരം വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഫുള്ള് ഇത്രയും വണ്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് ഇവിടെ ഇരുന്ന് മിനീഷ കളിക്കുകയാണ് ടൈം പോകാൻ വേണ്ടിയിട്ട്. അബിയോടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ജയിക്കോ? നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മിനീഷ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈം പോകാൻ വേണ്ടിയിട്ട്. ഈ NMR ഇവിടെ വേറെ ഒരു റെസ്റ്റോറൻറ്റും ഇല്ല എന്നാണ് കേട്ടത്. അപ് ടൗണിൽ റെസ്റ്റോറൻ്റ് അല്ല, നല്ല റെസ്റ്റോറൻറ്റ്. പാലക്കാട് എല്ലാവരും വരുന്ന സ്ഥലമാണ് ഈ NMR അപ് ടൗൺ റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അപ്പോൾ എന്തായാലും ഇവിടെ ഞങ്ങൾ വന്ന് കഴിച്ചതാണ്. എന്നാലും ഇനി ഇവിടെ നിന്ന് ഒന്നും കൂടി രാത്രി കയറാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിലും. എന്താ പറയുക ഹാക്കഡാനോ മിനിമിലിഷയിലോ? കനകരാജ് ഭയങ്കര കളിയില. അപ് ടൗൺ NMR അപ് ടൗൺ. ഞാൻ ഓർഡർ ചെയ്ത സീസർ സലാഡ്. രാത്രി 3 മണിക്കുള്ള കാഴ്ചയാണ്. കാപ്പി കുടിക്കാൻ ഇറങ്ങിയത് സേലത്ത്. രാത്രി ഒരു 3 മണിയായപ്പോൾ നമ്മൾ സേലത്താണ് സ്റ്റേ ചെയ്തത്. ഇനി ഓടിക്കാൻ വയ്യാത്തതുകൊണ്ട് നാളെ രാവിലെ എണീച്ച് പോകും. ഇങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി സേലത്തെത്തി. ചെന്നൈയിലല്ല എത്തിയത്, സേലത്ത്. ഇന്നലെ രാത്രി സേലം ഒരു 3 മണിക്കെത്തി. ഇന്നിപ്പോൾ രാവിലെ 7 മണി അപ്പോൾ എണീച്ചു. ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നേരെ ചെന്നൈയിലേക്ക് പോകാൻ. ഹലോ, അപ്പോൾ നമ്മളിന്ന് ചെന്നൈ മുംബൈ കളി കാണാൻ പോവാണ്. ചെന്നൈ ജയിക്കില്ലേ? എന്നാ ഞാൻ മഞ്ഞട്ടിക്കുന്നുണ്ടോ? ചെന്നൈ ജയിക്കാൻ വേണ്ടി ചെന്നൈ ഫാൻസിനായിട്ട് കണ്ണടിയൊക്കെയാണ്. ഇന്നെ ധോണിനെ കാണിച്ചിട്ട് എന്താ ഇന്നെ ധോണിനെ കാണിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയാം ധോണിനെ കാണിച്ചത്. ദൂരെ ദാ പോണു ധോണി, ധോണിന്റെ തല പോണു. അതാ ബാക്കിൽ ധോണി എന്നുള്ള പേരൊക്കെ കണ്ടില്ല. ഇതൊക്കെ കൊണ്ട് അതേ എന്നെ കാണിച്ചു തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ധോണിനെ കണ്ടേ? ആരെ കണ്ട്? കനകരാജ്, ലോകേഷ് കനകരാജിന് VIP സീറ്റായിട്ടൊന്ന്. നമ്മളിന്ന് സേലത്തുനിന്ന് 9 മണിക്ക് പോവാണ്. കറക്റ്റ് സമയത്ത് എത്തുള്ളൂ. ലീല പാലസിലാണ് അവർ സ്റ്റേ ചെയ്യണത്. അപ്പോൾ പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്.
എന്താന്ന് വെച്ചാൽ നമുക്ക് കളി കാണാൻ പറ്റും എന്തായാലും ടിക്കറ്റ് ഉണ്ട്. പക്ഷേ ധോണി എന്ന എൻ്റെ ഫേവറേറ്റ് ആളെ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. ധോണിനെ ഒന്ന് കാണാൻ പറ്റിക്ക് തോന്നുന്നില്ല, കാരണം ദൂരേന്നേ കാണാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളൊക്കെ ആവുമല്ലോ. എന്തായാലും അങ്ങനെ പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ അണ്ണാ യൂണിവേഴ്സിറ്റി ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മള് ചെന്നൈ പട്ടണത്തിലുണ്ട്, ചെന്നൈ പട്ടണം. അപ്പൊ നമ്മള് ചെന്നൈ പട്ടണത്തൊക്കെ എത്തിയിട്ടുണ്ട്. ചെന്നൈ പട്ടണം ഞാൻ പലതും പാടും. വയ്യ അങ്ങനെ ഞങ്ങൾ ലീല പാലസ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. കളിക്കാർ സ്റ്റേ ചെയ്യുന്ന ലീല പാലസ്. ഇതാണോ ബസ്? ചെന്നൈ ബസ്. അതാ എല്ലാരും കാണാൻ നിൽക്കണു. ഞാൻ പെട്ടെന്ന് അവിടെ ബസ്. അപ്പൊ നമ്മള് ലീല പാലസ് എത്തിയിട്ടുണ്ട്. എല്ലാരും ലീല പാലസ്. ഇവിടെയാണ് നമ്മുടെ CSK ടീം, മുംബൈ ഇന്ത്യൻസ് 2 ടീം ഇവിടെ തന്നെ. മുംബൈ ടീം വണ്ടി കാണല്ലേ? ഇതിനേക്കാളായി വേറെ ഇല്ല. നമ്മള് CSK മാതാമക്കുട്ടിനെ നോക്കിയിരിക്കുക. CSK ടീമിന്റെ വണ്ടി ഉണ്ട്. അപ്പൊ CSK ടീമിനുള്ളിലുണ്ട്. ധോണിനെ എവിടെന്നെങ്കിലും ദൂരെന്നെങ്കിലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയിലൂടെ ഞങ്ങൾ കാത്തിക്കാണ്. എല്ലാവർക്കും ധോണിനെ മതി അല്ലേ? ലോകേഷ് കനകൻ. അല്ല, ലോകേഷ് കനകൻ. കേരളത്തിൽ കനകൻ. കേരളത്തിൽ കനകൻ, തമിഴ്നാട്ടിൽ കനകൻ. ഞങ്ങളങ്ങനെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. എന്നിട്ട് ഞങ്ങള് ചെന്നൈ സബ്വേയിൽ കൂടെ പോവാണ്. എന്റെ ഫുള്ള് ലൈറ്റ് അടിക്കണേ. സബ്വേ വഴി അങ്ങോട്ട് പോണേ. അറിയണ്ടോ? ഇന്നലത്തെ നമ്മുടെ ചെന്നൈ CSK മുംബൈ ഇന്ത്യൻസ് മാച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കളിയൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ സഞ്ജു ഔട്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ ഹോട്ടലിൽ വന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ചെന്നൈയിലുള്ള രാധാ റീഗൻറ്റ് പറഞ്ഞ ഒരു ഹോട്ടലാണ്. നമ്മൾ ആദ്യം പോയി റമദയിൽ നോക്കി റൂമില്ല, സീറ്റിനല്ല, റൂമില്ല. പിന്നെ താജിൽ പോയി, അവിടെ ഇല്ല. പിന്നെ റാഡിസൺ ബ്ലൂവിൽ പോയി, അവിടെ ഇല്ല. ഇപ്പം നമ്മൾ അവസാനിച്ചത് രാധാ റീഗൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറിയപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നി ഇത് നമ്മുടെ വെട്ടം സിനിമയിലെ ഒരു സ്ഥലമാണോ എന്ന്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. കാരണം
വെട്ടം സിനിമയിൽ മറ്റേ ഇവർ നിൽക്കുന്ന ഹോട്ടലിലെ റൂം പോലെ ഉണ്ടായിരുന്നു ഇതവസ്ഥ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നത് ഇത് വെട്ടം സിനിമയിലെ ഷൂട്ടിംഗ് പ്ലേസ് ആണോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ അതല്ല, ഇത് വേറെയാണ്, അത് വേറെ ഏതൊരു ഹോട്ടലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പിറ്റേ ദിവസമായി രാവിലെയായി ഫുഡൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ ഇനി നേരെ ചെന്നൈയിൽ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും കളി നല്ല അടിപൊളിയാണ്, ഭയങ്കര വൈബായിരുന്നു. പക്ഷേ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഫുള്ള് ചെവിയിൽ വിസിലടിച്ച് ഞാൻ ചെന്നൈ ഫാനാണെങ്കിലും എൻ്റെ ചെവിയിൽ വിസിലടിച്ച് എൻ്റെ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ സഹിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക, ക്ലോസ്ട്രോഫോബിയോ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്, അത് സഹിക്ക് നല്ലോണം ഉണ്ട്. സായി എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാക്കിലൊക്കെ പോയിരുന്നു കുറച്ച് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. ഈ ചെവിയിൽ ഫുള്ള് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല അടിപൊളി വൈബായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മുടെ ആൾക്കാർ, വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും നല്ല രസമായിരുന്നു. നമ്മൾ മുന്നിൽ കാണുന്നത് ആദ്യമായിട്ടല്ല, ഇതിന് മുന്നേ ഞങ്ങൾ RCBൻ്റെ ഒരു കളി കണ്ടിട്ടുണ്ടായിരുന്നു. RCB പിന്നെ ഏതാ ടീം എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതേപോലെ ഒരു ക്രിക്കറ്റ് മാച്ച്, അതായത് നാഷണൽ ലെവലിൽ ക്രിക്കറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ് കളി, എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ചെന്നൈയിൽ വിചാരിച്ചത്രപ്പോൾ തണുപ്പില്ല, ചൂടില്ല എനിക്ക് തോന്നാൻ കാരണം ഞങ്ങൾ ഫുൾ ടൈം AC-ലായതുകൊണ്ട് കൊണ്ടാവും ചിലപ്പോൾ കാറിൽ, അല്ലെങ്കിൽ ഇതില്ല. പക്ഷേ ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഭയങ്കര വിയർത്ത് കുളിക്കുകയായിരുന്നു. ആകെ കൂടെ ചൂട്ട് ഒരു സുഖമില്ലായ്മയായിരുന്നു സത്യം പറഞ്ഞാൽ. ചൂട് 40 ഡിഗ്രീൻ്റെ മുകളിലുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് പിന്നെ അധികം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ രാത്രി വന്നു. പിന്നെ അതവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്, നിന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. ചെക്കൗട്ട് ചെയ്ത് നേരെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, നല്ല യാത്രയായിരുന്നു. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ദൈവം അനുഗ്രഹിച്ചിട്ട് കാര്യമായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നല്ല സ്മൂത്തായിട്ട് പോയി. ഇപ്പോൾ പോവാണ്. അപ്പോൾ ഇന്ന് രാത്രി ഒരു 9-10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിലെത്തും. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, വ്ളോഗിൽ. അതിന് മുന്നേ ഞാൻ ഈ ഹോട്ടലിൻ്റെ ഒരു സംഭവം ഒന്ന് കാണിച്ചിട്ട്, ഹോട്ടലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആർക്കിടെക്ചർ. കാരണം ഇതൊരു പഴയ ഹോട്ടലുണ്ട്, അത് അറിയിക്കേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെട്ട സിനിമയിലെ ഒരു സാധനമാണ് ഓർമ്മ വന്നത്. അതില്ലാന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതാണ് സംഭവം. രാവിലത്തെ ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ എണീച്ച് തന്നെ 9:30-10 ആയി. 10 മണിക്ക് തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പോൾ വീഡിയോ കാണിച്ചത്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. കുട്ടികളതൊക്കെ കളിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് വെട്ടം സിനിമയിലെ ഒരു സാധനം സായി എന്നോട് കണ്ട് ഓർമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ പോണതിന് മുന്നേ സായി ഇപ്പോൾ വീഡിയോ എടുക്കാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ വണ്ടി പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങി. ഇപ്പോൾ പ്രദീപ് അബിയും കൂടി ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങും. അവരാണ് എന്നോട് ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെ അവരെ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഒന്നും കൂടി വിളിച്ചു നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിക്ക് പ്രത്യേകിച്ച് വല്ല ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബൈ പറയാം. നമ്മളിപ്പോൾ ചെന്നൈയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ കളിയൊക്കെ കണ്ടു. ഞാൻ കളി കണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ക്രിക്കറ്റിനെ കുറിച്ച്. അപ്പോൾ ചെന്നൈ എന്തായാലും ജയിച്ചു. മുംബൈയിലെ ഫാൻസായ 3 പേര്, 2 പേര് പറയണ്ടോ അബിക്ക്? മുംബൈ തോറ്റേന് എനിക്ക് ഒറ്റ പറയാനുള്ളൂ, ആ ചെന്നൈ ഫാൻസിനോട് ഒരു 3 ആളെ പേര് പറഞ്ഞു. അപ്പോ നമ്മള് ഇതിന്റെ ആരാധകർക്ക് സങ്കടം വരും കേട്ടോ. അച്ഛൻ സായി ഫോണിലേക്ക് അബി എന്തേലും പറയണ്ടോ? തീർച്ചയായും മുംബൈ തോറ്റു, ഞങ്ങൾ പുറം പോയി. ചെന്നൈ ആരാധകനോട് ഒരൊറ്റ ചോദ്യം, ആ ടീമിൽ 3 ആൾക്കാരെ കളിച്ച വ്യക്തിയും താങ്കൾ ചെന്നൈ ആരാധകനാണോ? ഞങ്ങൾ യൂസഫ് ഭായിയുടെ ബിരിയാണി കടയിലെത്തി. ഇന്നലെ ഏത് ഭായി? ഷെരീഫ് ഭായി. ഇന്ന് യൂസഫ് ഭായി. അപ്പോൾ നമ്മളിപ്പോൾ മുണ്ടിയമ്പക്കം എന്ന സ്ഥലം എത്താനാവണതിന് മുന്നേ ഒരു യൂസഫ് റെസ്റ്റോറൻറ്റ് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് വണ്ടി നിർത്തിയത്. അതിന് മുന്നേ ഞങ്ങൾ മറ്റേ തലപ്പക്കട്ടി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തി. പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് അവിടെ നിർത്തി കയറാൻ പറ്റിയില്ല. ഞങ്ങൾ പോണ വഴിക്ക് യൂസഫ് ബിരിയാണി പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ചുക്ക, നല്ല ടേസ്റ്റ്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്, ചിക്കൻ ചുക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ലോലിപോപ്പ്. ഈ വഴി ചെന്നൈ ടു നമ്മുടെ നാട് മലപ്പുറം നാട്ടിലേക്ക്, അതായത് ഇപ്പോൾ സേലം പോണ വഴിയാണ്. പോണ വഴിക്കാണെങ്കിൽ നല്ല അടിപൊളി നല്ല സൂപ്പർ ബിരിയാണി ഉണ്ട്. മറ്റേ ബിരിയാണീസൊക്കെ നല്ല സൂപ്പർ. ഇന്നലെ നമ്മൾ കഴിച്ച ഷെരീഫ് ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു. അത് നമ്മൾ ചെന്നൈ ടൗണിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ സായി പറഞ്ഞൊരു ബിരിയാണി ഏതായിരുന്നു? സ്റ്റാർ ബിരിയാണി ഉണ്ട്. അല്ല വേറെ സ്റ്റാർ അല്ലാതെ വേറെ ആളുടെ പേര് അല്ല, വേറെ ആളുടെ പേര് ജൂനിയർ കുപ്പണ്ണ, സ്റ്റാർ ബേക്കറി, ഇങ്ങനെ കുറച്ച് സ്റ്റാർ ബേക്കറി ഇല്ല, സോറി സ്റ്റാർ ബിരിയാണി, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ അത് ഭയങ്കര സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ചെന്നൈ ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ അങ്ങനത്തെ കുറച്ച് റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ കുറച്ച് നല്ല അടിപൊളിയായിരുന്നു. കാരണം നല്ല ബിരിയാണിയാണ്. ഇവിടുത്തെ ഈ യൂസഫ് ബിരിയാണിത്തെ എനിക്ക് ചിക്കൻ ചുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞു. ഇനി പ്രബിൻ ദാസ്
യുവർ റിവ്യൂ പറയൂ. ചിക്കൻ ചുക്ക അടിപൊളിയല്ലേ? ഫുള്ള് കഴിച്ചിട്ടുണ്ട്. എന്താ റൈസ് കഴിക്കാത്ത? റൈസ് കുറേ നിറഞ്ഞുകൊണ്ടാണ്, കാരണം ഇവിടെ ചിക്കൻ ചുക്ക ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ ഫുള്ള് കാര്യമാണ്. നമ്മൾ യൂസഫ് ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ യൂസഫ് ബിരിയാണി, സൂപ്പർ സാധനം. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. രാത്രി ഏകദേശം 1 മണിയായപ്പോഴാണ് കേട്ടോ എത്തിയത്. പഴനി വഴിയാണ് വന്നത്, പഴനി, പാലക്കാട്, മലപ്പുറം. അപ്പോൾ നല്ല യാത്രയായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.